السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 58-ാം അധ്യായം സൂറത്തു അൽ മുജാദലയുടെ വിശദീകരണമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ളിഹാർ എന്ന ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന തെറ്റായ ഒരു വിവാഹ മോചന രീതിയെ ക്യാൻസൽ ചെയ്തുകൊണ്ടും വിശ്വാസികളിൽ നിന്ന് ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടുന്ന പ്രായശ്ചിത്തവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അവർ ഒരു അടിമയെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നു എന്ന് 3-ാമത്തെ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇനി 4-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ ലം യജിദ് ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ മിൻ ഖബ്ലി അൻ യതമാസ്സാ. فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ഫമൻ ലം യജിദ്, വജദ യജിദു വജ്ദൻ വവിജ്ദാനൻ. വജദ എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടെത്തുക, ലഭിക്കുക, കണ്ടെത്തുക, കാണുക. അതിനാണ് വജദ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. വജദ യജിദു വജ്ദൻ. ഫമൻ ലം യജിദ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഏത് നേരത്തെ പറഞ്ഞ വല്ലദീന യുലാഹിറൂന മിൻ നിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരെ ളിഹാറു ചെയ്തു, സുമ്മ യഊദൂന ലിമാ ഖാലു, പിന്നീട് അവർ പറഞ്ഞതിൽ നിന്ന് അവർ മടങ്ങുകയാണെങ്കിൽ, ഫതഹ്രീറു റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കണം, മിൻ ഖബ്ലി അൻ യതമാസ്സാ, അവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പ്. അപ്പോൾ ഈ അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് ഫമൻ ലം യജിദ്, ആർക്കാണോ അത് കണ്ടെത്താൻ കഴിയാത്തത്, അഥവാ അടിമയെ മോചിപ്പിക്കാനുള്ള പണം, അതിന് പണം ആവശ്യമുണ്ട് എങ്കിൽ അവർ ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ. ഫസിയാമു, അപ്പോൾ അവർ നോമ്പ് നോൽക്കണം. എത്ര? ഷഹ്റൈനി, 2 മാസം. എങ്ങനെയുള്ള മാസം? മുതതാബിഈനി, തുടർച്ചയായി. തതാബഅ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വർഷത്തിലെ 60 ദിവസമല്ല, മറിച്ച് സ്റ്റാർട്ട് ചെയ്താൽ 60 കഴിഞ്ഞിട്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം നോമ്പ് നോൽക്കണം. അല്ലെങ്കിൽ അവരെന്നാണോ സ്റ്റാർട്ട് ചെയ്തത്
ആ അറബി മാസം അനുസരിച്ച് ചിലപ്പോൾ 29 വിരോധമല്ല, പക്ഷേ 2 മാസം കംപ്ലീറ്റ് ചെയ്യണം. 60 59 58 പക്ഷേ 2 മാസം അവർ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നോൽക്കണം. മിയോ ഖബ്ലി അൻ യതമാസ്സ, അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അടിമയെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയി 2 മാസത്തെ നോമ്പാണ്. ഫമൻ ലം യസ്തതിഅ, ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ, ഇസ്തതാഅ യസ്തതിഉ ഇസ്തിതാഅതൻ, സാധിക്കുക. ഫമൻ ലം യസ്തതിഅ, ഇനി ഒരാൾക്ക് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫഇത്ആമു 60 മിസ്കീന, ഫഇത്ആം, അപ്പോൾ അവർ ഭക്ഷണം നൽകണം. അത്അമ യുത്ഇമു ഇത്ആമൻ, ഭക്ഷണം നൽകണം. 60 മിസ്കീനൻ, 60 പാവപ്പെട്ടവർക്ക്, 60 പാവപ്പെട്ടവർക്ക് അത് നൽകേണ്ടതാണ്. ദാലിക്, അതെന്തിനെന്നാൽ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുവാൻ വേണ്ടി, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ സത്യപ്പെടുത്തുവാൻ വേണ്ടി. വതിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം അള്ളാഹു നിശ്ചയിച്ച ഹദ്ദുകളാകുന്നു. ഹദ്ദിൻ്റെ ജംആണ് ഹുദൂദ്, അതിർവരമ്പുകളാകുന്നു. വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികളായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ളിഹാർ ചെയ്തിട്ട് ഒരടിമയെ മോചിപ്പിക്കാൻ പറ്റാത്തവർ ഫമൻ ലം യജിദ് ഫസിയാമു ഷഹ്റൈനി മുതതാബിഈൻ, കണ്ടിന്യൂസായി 60 ദിവസം നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ 2 മാസം. ഇത് റമളാനിൻ്റെ പകലിൽ ഇണചേരുന്ന ദമ്പതികൾക്കും അങ്ങനെ ചെയ്തു പറ്റിപ്പോയ ദമ്പതികൾക്കും ഇതേ കാര്യങ്ങൾ കാണാം. അടിമയെ മോചിപ്പിക്കുക, പറ്റിയിട്ടില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക, ഇല്ലെങ്കിൽ ഒരു നോമ്പിന് പകരം 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഇവിടെ ഷഹ്റൈനി മുത്തതാബിഈൻ, കണ്ടിന്യൂസ് ആയ 2 മാസം എന്ന് പറയുമ്പോൾ ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ ഇളവുണ്ട്. ഏതുപോലെ ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ നോമ്പ് നോൽക്കാൻ പറ്റാത്ത യാത്രയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നതിന് കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ ഉടനെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ രോഗിയായി കിടന്നു, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഇനി സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആർത്തവമുണ്ടായി, എങ്കിലും അവർക്ക് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിനിടക്ക് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ വന്നു, പെരുന്നാളുകൾ വന്നു, അപ്പോഴും നോമ്പ് നോൽക്കണ്ട, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ അനാവശ്യമായി സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും എന്ത് ചെയ്യണം? ആദ്യം മുതൽ തുടങ്ങണം. ശ്രദ്ധിക്കുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ നോക്കൂ, ഫമൻ ലം യസ്തതിഅ, പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളുടെ പ്രയോഗമാണ്. ഇപ്പോൾ അടിമയെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഫമൻ ലം യജിദ്, അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, കാരണം അതിനുള്ള പൈസ കണ്ടെത്തണം. എന്നാൽ നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫമൻ ലം യസ്തതിഅ, കാരണം അത് കണ്ടെത്തേണ്ട ആവശ്യമില്ല, പിന്നെ എന്തേ നോക്കേണ്ടതുള്ളൂ? സാധ്യതയാണ്, ഒരാളുടെ കഴിവാണ്. ഈ കഴിവ് എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ നിത്യരോഗികളാണെങ്കിൽ അവർക്കതിലിളവുണ്ട്, വാർദ്ധക്യത്തിലെത്തിയവർക്കും ഇളവുണ്ട്. അതേപോലെ തന്നെ അമിതമായ ഷഹ്വത്തുള്ള വികാരമുള്ള ആളുകൾ, അവർക്ക് 2 മാസം തുടർച്ചയായി പകൽ സമയത്ത് നോമ്പ് നോൽക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ആളുകൾ, അത്തരം സാഹചര്യത്തിലല്ലാതെ ഈ 2 മാസം തുടർച്ചയായിട്ടുള്ള നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഇത് ഓപ്ഷനല്ല, ഒന്ന് പറ്റിയിട്ടില്ലെങ്കിലാണ് അടുത്തത്. അതാണ് ഫമൻ ലം യസ്തതി എന്ന് പറഞ്ഞത്. അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാമെന്നല്ല, പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അത് റമളാനിൽ ഇണ ചേർന്ന ആളുകൾക്കുള്ള ഹുക്കുമും അത് തന്നെയാണ്. അവർ നോമ്പ് നോൽക്കണം,
കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നിൽക്കണം. അതിനൊരു നിലക്കും സാധിക്കില്ല എങ്കിൽ അവിടെയാണ് ഫഇത്ആമു സിത്തീന മിസ്കീന, 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇവിടെ സിത്തീന മിസ്കീനൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 60 ഫുഡ് ഒരു മിസ്കീന് കൊടുത്താൽ മതിയാവൂല, 60 ആളുകൾക്ക് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ 10 ഫാമിലിയിലേക്ക് കൊടുത്തു, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഫിദിയ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. കാരണം ഒരു നോമ്പിന് പകരം ഫിദിയ എന്നേ പറഞ്ഞിട്ടുള്ളൂ, മിസ്കീന് ഭക്ഷണം കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെ അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, സിത്തീന മിസ്കീനൻ, 60 ആളുകൾക്ക് എത്തണം. അപ്പോൾ 60 മിസ്കീനിനെ കണ്ടെത്തി അത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇത് വന്നപ്പോൾ ആ വന്ന സ്ത്രീയോട്, ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു. അപ്പോൾ അടിമയെ മോചിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം മിസ്കീനാണ്, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. നോമ്പ് നോൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം വാർദ്ധക്യമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ വൃദ്ധനായ അദ്ദേഹത്തിന് നോമ്പില്ല നബിയെ, നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളാണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയി എന്തായാലും കഴിയില്ല. മൂന്നാമത് പറഞ്ഞു എന്നാൽ 60 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം മിസ്കീനായതുകൊണ്ട് തന്നെ 60 ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ കൈകളിലേക്ക് 30 ആളുകൾക്കുള്ള ഈത്തപ്പഴം വന്നു. ബാക്കി ആ സ്ത്രീ പറഞ്ഞു ഞാൻ സംഘടിപ്പിക്കാം. അങ്ങനെയാണ് അത് 60 പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആദ്യം സഹായിക്കാറുണ്ടായിരുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? അര സാ, 2 മുദ്ദ്, അതാണ് പ്രബലമായ അഭിപ്രായം. ഏകദേശം 1.25-1.5 കിലോ വരെ. ഒരു സാ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 കിലോ, 2.5 കിലോ ടു 3 ആണ്. അപ്പോൾ അര സാ ആണ് കൊടുക്കേണ്ടത്, 1.25 കിലോ ടു 1.5 കിലോ. ചില പണ്ഡിതാഭിപ്രായ പ്രകാരം 1 മുദ്ദ് മതി എന്നാണ്. 1 മുദ്ദ് മതി എന്ന് പറഞ്ഞാൽ 600, 700, 800 ഗ്രാം അരി, ഗോതമ്പ്, ബാർലി അതേപോലുള്ളത് കൊടുത്താലും മതി. അത് വേവിക്കാതെ കൊടുക്കുമ്പോഴുള്ള നിയമമാണ്. എന്നാൽ നിങ്ങൾ 60 ആളുകൾക്ക് ഒരു ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കണക്കില്ല. ഒരു ബിരിയാണി വാങ്ങിയിട്ടൊരു ബിരിയാണിയുടെ പൊതി കൊടുത്താൽ എന്തായി? ഇത്ആമായി. അല്ലെങ്കിൽ 60 ആളുകൾക്കുള്ള ബിരിയാണി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം വെച്ച് കൊടുത്താൽ ഇത്ആമായി. അല്ലാതെ വെറും അരി സാധനമായി ഈത്തപ്പഴമായൊക്കെ കൊടുക്കുമ്പോൾ ഈ നിയമമാണ് പാലിക്കേണ്ടത്. ഈത്തപ്പഴമാണെങ്കിൽ ഏകദേശം 1.5 കിലോ, അരിയാണെങ്കിൽ 700, 800 എന്ന് പറഞ്ഞവരുമുണ്ട്. എന്തായിരുന്നാലും ശരി, ഏകദേശം 1.5 കിലോ കൊടുക്കലാണ് ഏറ്റവും സൂക്ഷ്മത. കുറഞ്ഞു പോവണ്ട, കൂടിയാൽ കുഴപ്പമില്ല. കാരണം ഫിദിയ കൊടുക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്, ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. കൂടുതൽ ആരാണോ കൊടുക്കുന്നത് അതവർക്ക് ഖൈറാണ്. അപ്പോൾ കൂടുതൽ കൊടുക്കാൻ കഴിവുള്ളവർക്ക് കൂടുതൽ കൊടുക്കാം. അപ്പോൾ കുറഞ്ഞു പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കൂടിപ്പോയാൽ എന്തില്ല, പ്രശ്നമില്ല. അതിനുശേഷം പറയുന്നത് ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? കാരണം 1-2 കാരണങ്ങളാണ്. കാരണം ഓൾറെഡി ഇത് വിശ്വാസികളോടാണ് പറയുന്നത്. അല്ലാഹുവിലും റസൂലിലും വിശ്വാസമില്ലാത്തവരോട് ഈ കാര്യമൊന്നും പറഞ്ഞാൽ അവരനുസരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവർ അനുസരിക്കുകയില്ല. മറിച്ച് അനുസരണത്തെ ബാധ്യതയായി സ്വീകരിച്ചവരാരാണ്? മുഅ്മിനുകളാണ്. എന്നിട്ടും അവരോട് ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി എന്നുള്ളത് ഒന്നുകൂടി അവരുടെ ഈമാനിനെ ഉറപ്പിക്കാൻ വേണ്ടി എന്നാണ്. അവരുടെ ഈമാനിനെ ഉറപ്പിക്കാൻ വേണ്ടി. കാരണം ഇത് അഹ്കാമുകളാണല്ലോ. അതുവരെ നിലവിൽ വന്ന ഒരു നിയമം, ആ നിയമത്തിന് അഭൗതികമായ നിലക്ക് ഒരു ഹുക്മ വരികയാണെന്ത്, ആ നിയമം അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇതിനെ മാറ്റാൻ മനുഷ്യന് കഴിയുക എന്നുള്ളത് വിശ്വാസം കൊണ്ടല്ലാതെ സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, ഒരാൾ ഉംറക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, എന്തെല്ലാം അവിടെ ചെയ്യുന്നു. അതുവരെ ധരിച്ച വസ്ത്രം മാറ്റി ഒരു തുണിയും ഒരു തോൾമുണ്ടും മാത്രം ഇടുന്നു. അണ്ടർവെയർ പോലും ധരിക്കാൻ പാടില്ല.
വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും? കഅബാലയം തവാഫ് ചെയ്യുന്നു, എത്ര ശ്രമകരമാകട്ടെ, എത്ര തിരക്കാകട്ടെ, ആ 7 ചുറ്റൽ അവർ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് സഫയിൽ പോകുന്നു, മറവയിലേക്ക് പോകുന്നു. ആ പച്ച ലൈറ്റ് കാണുമ്പോൾ ഓടുന്നു. എന്താണ്? ഒരു യാന്ത്രികമായി മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന, അതിനവനെ പ്രചോദിപ്പിക്കുന്ന ഒരു അഖീദുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് അഹ്കാമുകൾക്ക് അയാൾ വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുള്ള ആളുകൾക്ക് ഇതാ ഇങ്ങനൊരായത്തിറങ്ങിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ആ പ്രവാചകൻ്റെ റിസാലത്തിൽ വിശ്വസിക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് അതിനെ പിൻപറ്റാൻ പറ്റുക? ഇന്നലെ വരെയുള്ളൊരു നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി അങ്ങനെയല്ല. ആ പ്രവാചകനാകട്ടെ മറ്റുള്ള മനുഷ്യരെ പോലെ തന്നെയാണ് കാണാൻ. ആ പ്രവാചകൻ്റെ അടുത്ത് ജിബ്രീൽ വന്ന് ഓതിക്കൊടുക്കുന്നത് ആരും കേൾക്കുന്നുമില്ല. എന്നിട്ടും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഒരു കാര്യം പറയുമ്പോഴേക്ക് അതൊരു മതനിയമമായി മാറുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പിൻബലം വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ആർക്കെങ്കിലും പറ്റിയാലും ഒരു അടിമയെ മോചിപ്പിക്കണം. ഞാൻ എന്തിനടിമയെ മോചിപ്പിക്കണം? ഖുർആനിലുണ്ട്, റസൂല് പറഞ്ഞു, ശരി എങ്കിൽ ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. ആ അഖീദയാണ്. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ 2 മാസം കണ്ടിന്യൂസായി നോമ്പ് വെൽക്കണം എന്ന് പറഞ്ഞാൽ ശ്രമകരമായൊരു കാര്യമാണ്. അത് ചെയ്യണമെങ്കിൽ അഖീദല്ലാത്തൊരാൾക്ക്, വിശ്വാസമില്ലാത്തൊരാൾക്ക്, യഖീനില്ലാത്തൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക യഖീനില്ലാത്തൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാനും ആ അള്ളാഹുവിലൂടെ റസൂലിലൂടെ അഥവാ ഖുർആനിലൂടെ സുന്നത്തിലൂടെ ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെ നിങ്ങൾ ശരിക്കും വിശ്വസിച്ച് അമലാക്കാനും വേണ്ടി ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഈമാനിനെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. വതിൽക ഹുദൂദുല്ലാഹ്, അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് വതിൽക ഹുദൂദുല്ലാഹ്. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാണ്. വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ 2 വാക്കുകളിലും വളരെ വലിയ പോയിൻ്റുകളുണ്ട്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഹദ്ദുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹദ്ദ ഹുദൂദൻ ഫലാ തഅതദൂഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെ ഒരിക്കലും നിങ്ങൾ മറികടക്കരുത് എന്നാണ്. സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ് ഫഖദ് ളലമ നഫ്സഹ്. അള്ളാഹു നിശ്ചയിച്ച ഹുദൂദിനെ ആരാണോ മറികടക്കുന്നത് അവർ സ്വന്തം നഫ്സിനോട് ളുൽമ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യണം എന്നതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്. ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിനെ കാത്തു സൂക്ഷിച്ചു പോരണം. അതുകൊണ്ടാണ് പ്രായച്ചിത്തമായ ഖലീലായ പ്രായച്ചിത്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അഹ്കാമുകൾക്ക് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനെ നിസ്സാരമായി കരുതരുത്, അതിനെ നിസ്സാരമായി കരുതരുത്. റമളാനിൻ്റെ പകലിൽ ഇണചേരാൻ പാടില്ല എന്നത് തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച ഹദ്ദാണ്. അത് തെറ്റിച്ചാലുള്ള പ്രായച്ചിത്തം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം നോമ്പ് വെൽക്കുക, അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് വെൽക്കുക. നോക്കൂ നിങ്ങൾ, ഖലീലായ കഫാറത്താണ്, ഭാരമേറിയ കഫാറത്താണ്. എന്തുകൊണ്ടാണ് അടിമകളുടെ മേൽ അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്? കാരണം ഹുദൂദുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലാഘവത്തോടു കൂടി കാണരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നെന്ന നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായി കരുതരുത്. നിസ്സാരമായി കരുതിയാൽ അത് വലിയ അപകടമാണ്. അതാണ് വതിൽക ഹുദൂദുല്ലാഹ്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്കൊരു ഭയം വരണം. ഇത് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ്. ഒരു രാഷ്ട്രത്തിൻ്റെതല്ല, ഒരു വ്യക്തിയുടേതല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെതല്ല. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു അവൻ സൃഷ്ടിച്ച അടിമകൾക്ക് നൽകുന്ന ഹദ്ദാണ്. കാരണം ഒരു ഹദ്ദിനെ തെറ്റിച്ചാൽ നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിലുള്ള മുഴുവൻ മരങ്ങളിൽ നിന്നും കഴിക്കാം, ഒരു മരം ഒഴികെ. അതൊരു ഹദ്ദാണ്, അതൊരു അതിർവരമ്പാണ്. അതിനെ സമീപിക്കരുത്, അതെൻ്റെ ബൗണ്ടറിയാണ്. പക്ഷേ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിൻ്റെ പ്രേരണയാൽ അത് ചെയ്യുകയുണ്ടായി.
അപ്പോൾ എന്താ പറഞ്ഞത്? ഹെബിത്തു മിൻഹാ ജമിയ, ഭൂമിയിലേക്ക് പുറത്തേക്ക് പോയിക്കൊന്നു, സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടു. ഇനി വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള പാഠമാണെന്ത്? ഹദ്ദുകൾ തെറ്റിച്ചാൽ ചിലപ്പോൾ സ്വർഗം തന്നെ നഷ്ടപ്പെടും. സ്വർഗം തന്നെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയപ്പെട്ടു. നബിയെ, ഒരു സ്ത്രീ ധാരാളം നമസ്കരിക്കുന്ന സ്ത്രീ, ധാരാളം നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ്, ധാരാളം സദഖ ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? അയൽവാസിനിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കുക. അല്പം പോലും ആലോചിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ഇത്രയും നമസ്കരിച്ച് നോമ്പുറ്റ് സക്കാത്ത് കൊടുത്തിട്ട് നേരെ നരകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ മഅദല്ലാഹ്, അള്ളാഹു സംരക്ഷിക്കട്ടെ. എന്താ കാരണം? നാവിനൊരു ഹദ്ദ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെ മറികടന്നതാണ്. അള്ളാഹു നാവിന് ഒരു ഹദ്ദ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹദ്ദിനെ മറികടന്നാൽ കാര്യം നിസ്സാരമല്ല, ശിക്ഷിക്കപ്പെടും. ഈ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകളെ പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, അതെ. ഖിയാമത്ത് നാളിൽ ഒരുപാട് നോമ്പും ഒരുപാട് സദഖയും ഒരുപാട് നമസ്കാരവും സക്കാത്തും ഹജ്ജുമായി വരും ഒരാൾ. പക്ഷേ ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളെ അടിച്ചിട്ടുണ്ട്, വേറൊരാളുടെ ധനം അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത നന്മകൾ മുഴുവൻ എടുത്തിട്ട് ഇയാൾ ഉപദ്രവിച്ച ആളുകൾക്ക് വിതരണം ചെയ്യും. അവർ ചെയ്ത തെറ്റുകളൊക്കെ എടുത്തിട്ട് ഇയാൾക്കും കൊടുക്കും. ഫതുരിഹ ഫിന്നാർ, എന്നിട്ട് നരകത്തിലേക്ക് എറിയപ്പെടുന്ന. ഇത്രയധികം നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് നമസ്കരിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് പറഞ്ഞാൽ, കാരണം വ്യക്തികളോടുള്ള വിഷയത്തിൽ അള്ളാഹു ഒരു ഹദ്ദ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിലേക്ക് ഇത്രേ പോവോ, അതിനപ്പുറത്തേക്ക് പോവരുത്. ഒരു വ്യക്തിയുടെ ധനത്തിലേക്ക് നിങ്ങൾ ഇത്രേ പോകാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോവരുത്. ഈ ഹദ്ദുകളെ തെറ്റിച്ചാൽ വമ്പിച്ച ശിക്ഷയാണ്. വതിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദാണ്. പിന്നെ ഈ ആയത്തിനെ അവസാനിപ്പിച്ചത് ശരിക്കും ശ്രദ്ധിക്കണം. വലിൽ കാഫിരീന അദാബുൻ അലീം, സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വിശ്വാസികളെക്കുറിച്ച് പറയുന്ന ഈ ഭാഗത്ത് സത്യനിഷേധികളെക്കുറിച്ച് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ഹദ്ദുകളെ തെറ്റിക്കാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല. അതാണ് ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർക്കുള്ളതാണത്. അങ്ങനെ വിശ്വസിക്കുന്നവർ ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തട്ടെ, ഈ അഹ്കാമുകളെ പാലിക്കട്ടെ. അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണത്. ആ അഹ്കാമുകളെ, അള്ളാഹുവിൻ്റെ അഹ്കാമുകൾക്ക് വിലവെക്കാത്തത് ഒന്നെങ്കിൽ ചെറിയ കുഫറാണ്, അല്ലെങ്കിൽ വലിയ കുഫറാണ്. ചിലർ തീരെ നിഷേധിക്കും, അപ്പോൾ അത് വലിയ കുഫറാണ്. ചിലർ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കും, അപ്പോൾ അത് ചെറിയ കുഫറാണ്. അതുകൊണ്ട് തന്നെ കുഫർ നന്ദികേടാണ്. കുഫർ ശരിക്കും കഫറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നന്ദികേട് കാണിക്കുക എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. അതുകൊണ്ട് തന്നെ നന്ദികേട് കാണിക്കുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അത് അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന വലിയ നന്ദികേടാകാം, എന്നാൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അഹ്കാമുകളെ തെറ്റിച്ച് കളയുന്ന ചെറിയ നന്ദികേടുമാകാം. അതുകൊണ്ട് അതിനെ ഭയപ്പെടണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. 5-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു, യുഹാദ്ദൂനല്ലാഹ വറസൂലഹു കുബിതൂ കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാത് വലിൽ കാഫിരീന അദാബും മുഹീൻ. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, യുഹാദ്ദൂനല്ലാഹ വറസൂല, ഹാദ്ദ യുഹാദ്ദു മുഹാദ്ദത്തൻ. ഹാദ്ദ എന്ന് പറഞ്ഞാൽ എതിര് നിൽക്കുക.
അതിർ ലംഘിക്കുക, എതിര് നിൽക്കുക, ഓപ്പോസിറ്റ് ചെയ്യുക, അനുസരണക്കേട് കാണിക്കുക. ഹാദ്ദ യുഹാദ്ദു മുഹാദ്ദ. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവർ, അവരോട് അനുസരണക്കേട് കാണിക്കുന്നവർ. കുബിതു. കബത എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടുക, തോറ്റുപോവുക, നിന്ദിക്കപ്പെടുക. കബത യക്ബിതു കബ്തൻ. കബത യക്ബിതു കബ്തൻ. നിന്ദിക്കപ്പെടുക, പരാജയപ്പെടുത്തപ്പെടുക. കുബിതു, അവർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവർ നിന്ദിക്കപ്പെട്ടതുപോലെ. വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാത്ത്, തീർച്ചയായും നാം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. അൻസല യുൻസിലു ഇൻസാലൻ. അൻസൽനാ ആയാതിൻ ബയ്യിനാത്ത്. ആയത്തിൻ്റെ ജംആണ് ആയാത്ത്, വചനങ്ങൾ. ബയ്യിനത്തിൻ്റെ ജംആണ് ബയ്യിനാത്ത്, വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ആയാത്തുകൾ നാം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിൽ കാഫിരീന, സത്യനിഷേധികൾ കൊണ്ട് അദാബുൻ, ശിക്ഷയുണ്ട്. മുഹീൻ, നിന്ദിക്കുന്ന ശിക്ഷയുണ്ട്. അഹാന യുഹീനു ഇഹാന. അഹാന എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക, മുഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദിക്കുന്നത്. സത്യനിഷേധികൾക്ക് നിന്ദ്യമായ, നിന്ദിക്കുന്നതായ ശിക്ഷയുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഹ്കാമുകൾ, ഇസ്ലാമിലെ നിയമങ്ങൾ, അത് തെറ്റിച്ചാലുള്ള പ്രായച്ചിത്തം, ഇതൊക്കെ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കണമെന്നും നിഷേധികളായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി ആ സബ്ജക്റ്റിനെ ഉറപ്പിച്ച് പറയുകയാണ്. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവർ. സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായതിന് ശേഷവും ആരാണോ നബിയോട് എതിര് നിൽക്കുന്നത്, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത വഴി സ്വീകരിക്കുന്നതുമാരാണോ, നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് നാം അവരെ എരിക്കും. വസാഅത്ത് മസീറ, അത് വളരെ മോശമായ പര്യവസാന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരു കാര്യം വ്യക്തമാക്കപ്പെട്ടാൽ അതിനെതിര് നിൽക്കരുത്, അത് അള്ളാഹുവിനോടെതിര് നിൽക്കുന്നതിന് തുല്യമാണ്. ഹദീസിൽ ഒരു കാര്യം വ്യക്തമാക്കപ്പെട്ടാൽ അതിന് എതിര് നിൽക്കരുത്, അത് അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കലാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവർ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കുഫ്റ് കൊണ്ടുള്ള എതിര് നിൽക്കലുമാകാം, ചെറിയ കുഫ്റ് കൊണ്ടുള്ള എതിര് നിൽക്കലുമാകാം. രണ്ടാണെങ്കിലും കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ നിന്ദിക്കപ്പെട്ടതുപോലെ ഇവരും നിന്ദിക്കപ്പെടുന്നതാണ്. അപമാനമുണ്ടാകും ദുനിയാവിൽ ആഖിറത്തിലും. ഒന്ന്, ഏറ്റവും വലിയ നിന്ദ്യമായ ശിക്ഷ എന്ന് പറയുന്നത് നരകശിക്ഷയാണ്. നിന്ദ്യമായ ശിക്ഷ നരകശിക്ഷയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ചില ആയത്തുകളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ശിക്ഷ നരകശിക്ഷയാണ്. ഏറ്റവും വലിയ നിന്ദ്യത നരകത്തിലെ നിന്ദ്യതയാണ്. അതുകൊണ്ട് തന്നെ പൂർവികരായ ആളുകൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ പല സമൂഹങ്ങളും പിടികൂടപ്പെട്ടു. വളരെ നിന്ദ്യമായ ശിക്ഷ അവർക്ക് നൽകി. പരലോകത്ത് വേറെയുമുണ്ട് അവർക്ക്. അതേപോലെ ഇവിടെയും പരലോകത്തും അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നുവോ അത്രത്തോളം നിന്ദ്യത നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ ജീവിതത്തിൽ എവിടെ നമ്മൾ പരാജയം കാണുന്നുണ്ടോ അത് ഒന്നുകിൽ നമ്മൾ അള്ളാഹു പറഞ്ഞൊരു കാര്യത്തെ തെറ്റിച്ചതിൻ്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ നമ്മൾ എവിടെയാണോ തെറ്റിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു തോൽവി നമുക്കുണ്ടാകും. പിന്നെ വിശ്വാസികൾക്ക് ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ കൊണ്ടും അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും അവർക്ക് അള്ളാഹു ചിലത് മാപ്പ് നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്
ഐദീക്കും. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് വരുന്നുണ്ടോ അത് നിങ്ങൾ കാരണത്താൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കെന്തൊരു മുസീബത്ത് വന്നാലും അത് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ്. വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീക്കും. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചത് വരുന്നുണ്ടോ? ഇല്ല. വയഅഫു അൻ കസീർ. കുറേ കാര്യം അള്ളാഹു വേണ്ടാന്ന് വെക്കുകയാണെന്ന്. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മളെ പിടികൂടുകയാണെങ്കിൽ ഒരു നിഅമത്തും ആസ്വദിക്കാൻ പറ്റാത്ത വിധമായിരിക്കും നമ്മുടെ അവസ്ഥ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങളിൽ മാപ്പ് നൽകുന്നത് കൊണ്ടാണ് പലതും നിങ്ങളെ വന്നു ഭവിക്കാത്തത്. ഇനി വല്ലതും വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ കാരണത്താലാണ്, നിങ്ങളുടെ ചെയ്തി കൊണ്ടാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യർ പ്രവർത്തിച്ചത് കാരണത്താൽ. സൂറത്തുൻ നിസായിൽ ഒരായത്താണ്. സത്യനിഷേധികൾ യഹൂദ ക്രൈസ്തവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, ഞങ്ങൾ മാത്രമേ സ്വർഗത്ത് പോകൂ, ഞങ്ങൾക്ക് നരകശിക്ഷയില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, ഞങ്ങളെ സ്വർഗത്ത് പോവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസ ബി അമാനിയിക്കും വല അമാനിയി അഹ്ലിൽ കിതാബ്. നിങ്ങൾ വ്യാമോഹിക്കുന്നത് പോലെയുമല്ല അഹ്ലുൽ കിതാബുകാർ വ്യാമോഹിക്കുന്നത് പോലെയുമല്ല കാര്യം. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. ആര് തെറ്റ് ചെയ്താലും അള്ളാഹു അവനെ പിടിക്കും. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ കാണാം, ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികൾക്ക് വല്ലാത്ത ടെൻഷനായി. അതായത് അവരുടെ ഹൃദയത്തിൽ അഗാധമായ മുറിവേൽപ്പിച്ചു. അവർ ഭയപ്പെട്ടു. കാരണം എന്തൊരു തെറ്റ് ചെയ്താലും അതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് കേട്ടപ്പോൾ പേടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വാസികൾ ഭയപ്പെടേണ്ടതില്ല. മുസീബത്തുകളുണ്ടാവും, അതിന് കാരണം നിങ്ങളുടെ അമലാണ്. പക്ഷേ ആ മുസീബത്തിലൂടെ നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും, നിങ്ങൾക്ക് പുറത്തു തരും. ആ മുസീബത്തിലൂടെ ആ പാപങ്ങൾ പുറത്തു തരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. പക്ഷേ അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ലെങ്കിൽ അപകടമാണ്. രണ്ടാമത്തത്, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ തിക്തഫലം നമ്മിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും. നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലും അത് നമ്മിലേക്ക് മടങ്ങും. അതിൻ്റെ ആസാറുകൾ കുടുംബത്തിൽ വരെ പ്രത്യക്ഷപ്പെടുന്നു. ചില ഫുഖഹാക്കൾ അങ്ങനെയാണ് പറഞ്ഞത്. ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ തിക്തഫലം എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വഭാവത്തിലൂടെ പ്രകടമാവാറുണ്ട്. നമ്മുടെ ഒരു തെറ്റ്, അതിൻ്റെ അസറ് ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാര്യയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും, എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ടി വരും. എൻ്റെ ഒരു തിന്മയായിരിക്കാം, പക്ഷെ അതിൻ്റെ അസറ് കുടുംബത്തിൽ വരെ ഉണ്ടാവും. ഏതൊരു തെറ്റിനും തെറ്റായ അസറുണ്ട്, ഏതൊരു ഖൈറിനും ഖൈറായ അസറുണ്ട്. നിങ്ങളൊരു ഖൈറ് ചെയ്താൽ ആ ഖൈറിൻ്റെ അസറ് ഭാര്യയിലും മക്കളിലും ഉണ്ടാവും. നിങ്ങളൊരു ഷർറ് ചെയ്താൽ ആ ഷർറിൻ്റെ അസറ് ഭാര്യയിലും മക്കളിലും ഉണ്ടാകും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫിത്നയെക്കുറിച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഫിത്നയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ അദ്ദേഹം കുടുംബത്തിലെ ഭാര്യ ഫിത്നയാണ്, മക്കൾ ഫിത്നയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ ഫിത്നയല്ല ഉദ്ദേശിച്ചത്. ആ ഫിത്ന നിങ്ങളുടെ നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ, സദഖയിലൂടെ, സക്കാത്തിലൂടെ പരിഹരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. കാരണം വിശ്വാസികൾ നന്മയും തിന്മയും, അവരിൽ തിന്മകളുണ്ടാവും, പക്ഷേ വിശ്വാസികൾക്കൊരു ഗുണമുണ്ട്, അവർ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണ്. ആ സൽക്കർമ്മങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് അവർക്കതിനെ മറികടക്കാൻ കഴിയും. ഫഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ. നിങ്ങളൊരു തിന്മയെ നന്മ കൊണ്ട് മറികടക്കണം, അപ്പോൾ അതിനെ മായ്ച്ചു കളയും. 2 റമളാൻ, ജുമുഅ, ഉംറ, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. ഭാര്യയോടുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ, മക്കളോടുള്ള പെരുമാറ്റത്തിലൊക്കെ എപ്പോഴും 100% ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കാൻ കഴിയില്ല, അതൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഫിത്നയാണ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഫിത്നയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഷാഹിദ്, എൻ്റെ പോയിൻ്റ് ഇതാണ്, കുടുംബങ്ങളിലും മക്കളിലുമൊക്കെ ഫിത്നകളുണ്ടാകും. ആ ഫിത്നകൾക്ക് പലപ്പോഴും കാരണം നമ്മുടെ തിന്മകളുടെ അസറുകളാണ്.
തിന്മകൾക്ക് അസറുണ്ട് എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെയാണത്? സൂറത്തു യാസീനിൽ. വനക്തുബു മാ ഖദ്ദമു വ ആസാറഹു. അവർ ചെയ്തതും അതിൻ്റെ അസറുകളും ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ചെയ്താൽ തിന്മയിൽ അവിടെ ഒതുങ്ങൂല. അതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ മുഷ്കിലാത്തുകൾ ഉണ്ടായി അതൊക്കെ ആ പ്രവൃത്തിയിൽ വരും. നിങ്ങൾ പറഞ്ഞൊരു വാക്കുകൊണ്ട് ആർക്കൊക്കെ വേദനിച്ചോ, നിങ്ങൾ പറഞ്ഞൊരു വാക്കുകൊണ്ട് എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തപ്പെടും. നിങ്ങളുടെ ഒരു ചെയ്തി കൊണ്ട് ആർക്കൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ രേഖപ്പെടുത്തപ്പെടും. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുക്ലാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും ഏത് വിഷയത്തിൽ നമ്മൾ എതിര് നിന്നാലും കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ നിന്ദിക്കപ്പെട്ടതുപോലെ ഇവരും നിന്ദിക്കപ്പെടും. എത്ര അളവാണോ ആ അളവനുസരിച്ച്. ഒരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫുലാൻ കുൽ ബി യമീനിക്, സഹോദര വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും. അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതിഅ, എനിക്ക് പറ്റൂല, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതാണ്, കഴിയാഞ്ഞിട്ട് പറഞ്ഞല്ല, അനുസരിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ലാ അസ്തതിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലസ്തതഅത്, അങ്ങനെയാണെങ്കിൽ കഴിയാതിരിക്കട്ടെ. ആ ഹദീസിൽ കാണാം പിന്നീട് വലത് കൈ ഉയർത്താൻ പറ്റിയിട്ടില്ല. കാരണം കഴിയൂല എന്ന് വെറുതെ പറഞ്ഞു. പിന്നെ വലത് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടുപോയി. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നഹ് ഔ യുസീബഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ധിക്കരിക്കുന്നവർ കാത്തിരുന്നു കൊള്ളട്ടെ, എന്തെങ്കിലും ഒരു ഫിത്ന അവരെ ബാധിക്കും. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും. സൂറത്തുൻ നൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയുടെ ഒരു കൽപ്പനയെ ധിക്കരിച്ചാൽ അൻ തുസീബഹും ഫിത്ന എന്നാണ് ആദ്യം പറഞ്ഞത്. ഒരു ഫിത്ന, എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകും. അതാണ് ഫുഖഹാക്കൾ പറഞ്ഞത്, അവർ വെറുതെ പറഞ്ഞതല്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ഒരു പരീക്ഷണം, അത് വീട്ടിലോ എൻ്റെ വാഹനത്തിലോ എൻ്റെ കച്ചവടത്തിലോ എവിടെയെങ്കിലും അത് കാണാം. അത് ഒരു പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ അതിൻ്റെ അസറ് കാണാം. അള്ളാഹു മുസീബത്ത് തരും, ചിലപ്പോൾ അതിലൂടെ പുറത്തു തരും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാത്തരം ഹസീകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന് അള്ളാഹുവിനോടും റസൂലിനോടും ഒരു നിലക്കും എതിര് നിൽക്കാതിരിക്കുക. വല്ലതും സംഭവിച്ചാൽ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്തോളൂ. നിങ്ങൾ തൗബ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം. തൗബയിലൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു പാപങ്ങളൊക്കെ മായ്ച്ചു നൽകുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖദ് അൻസൽനാ ആയാത്തിൻ ബയ്യിനാത്ത്. എത്ര വ്യക്തമായ ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, സാമാന്യ ബുദ്ധിയുള്ള, ഏവറേജ് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും വ്യക്തമാകുന്ന ദൃഷ്ടാന്തങ്ങൾ. ഒന്ന് അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ. രണ്ട്, അവൻ ഏകനാണ് എന്നതിനുള്ള തെളിവുകൾ. രണ്ട്, വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും സത്യമാണ് എന്നതിൻ്റെ തെളിവുകൾ. പരലോകം സത്യമാണ് എന്നതിൻ്റെ തെളിവുകൾ. അവൻ്റെ ഹുക്കുമുകൾക്കാണ് സ്ഥിരപ്രതിഷ്ഠയുള്ളത് എന്നതിൻ്റെ തെളിവുകൾ. ഇങ്ങനെ ധാരാളക്കണക്കിന് തെളിവുകളുണ്ടായിട്ടും അതിനോട് എതിര് നിൽക്കുന്നവൻ അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനല്ലാതെ മറ്റൊരാളുമായിരിക്കില്ല. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത്, വലിൽ കാഫിരീന അദാബും മുഹീൻ, സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. കാരണം ഇത്രയും വ്യക്തമായ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടും അതിനെ കളവാക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യമായ ശിക്ഷ നൽകുന്നതാണ്. അത്തരം നിന്ദ്യതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുകയും ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായിരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലെ ഔന്നിത്യവും ഖബറിലെ മേന്മയും മഹ്ശറിലെ സംരക്ഷണവും സ്വർഗത്തിലെ ദറജകളും
ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സ്വഹീഹായ ധാരാളം ഹദീസുകൾ അതിനെ ബലപ്പെടുത്തുന്നുണ്ട്. ദുനിയാവിലെ ഔന്നിത്യം, ഖബറിലെ സംരക്ഷണം, മഹ്ശറിലെ സംരക്ഷണം, സ്വർഗത്തിലെ ദറജകളുടെ വലിപ്പം, ഉയർച്ച ഖുർആനിലെ അറിവാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക. വമൻ യഅ്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആരാണോ അള്ളാഹുവിനെ മുറുക്കി പിടിക്കുന്നത്, ഇഅ്തസമ എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിക്കുക എന്നാണ്. വഅ്തസിമു ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ കയറിനെ മുറുക്കി പിടിക്കലാണത്. അതേതാണ്? ഖുർആനാണ്. ഖുർആനിനെ മുറുക്കി പിടിക്കുക, കൈവിട്ടു പോകരുത്. കൈവിട്ടു പോവാൻ മാത്രം ശക്തമായി നിങ്ങൾ കിടുകിട വിറപ്പിക്കപ്പെട്ടേക്കാം. ഷഹവാത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട്, സമൂഹത്തിൻ്റെ അവസ്ഥ കൊണ്ട്, ഫിത്നകൾ കൊണ്ട്, മറ്റു പരീക്ഷണങ്ങൾ കൊണ്ട്, പ്രലോഭനങ്ങൾ കൊണ്ട്, പ്രകോപനങ്ങൾ കൊണ്ട് കിടുകിടാ നിങ്ങൾ വിറപ്പിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ ഗ്രന്ഥത്തെ മുറുക്കെ പിടിച്ചാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവർ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹുദിയ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ മജൂലായ വസ്നാണ് ഉപയോഗിച്ചത്. അവർ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടക്കുന്നല്ല, ഹുദിയ, സിറാത്തുൽ മുസ്തഖീമിൽ ആക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇടപെടുന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് യഹ്ദി, ആരാണ് ഹാദി? അള്ളാഹുവാണ്. ഫാഇൽ അള്ളാഹുവാണ്. അതുകൊണ്ട് മജൂലായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ എന്നാ, ഉറപ്പിച്ചോളൂ. ഖുർആനെ മുറുകെ പിടിച്ചാൽ 100% സിറാത്തുൽ മുസ്തഖീമിലായിരിക്കും. കാരണം ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ആ നിലക്ക് ഖുർആനിനെ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ സദസ്സിന് ആ നിലക്കുള്ള ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയപ്പെടുന്നതാണ്, അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു, ഇനി എഴുന്നേറ്റോളൂ എന്ന് മലക്കുകൾ പറയുന്നതാണ്. മലക്കുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും. ആ നിലക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ച് പോവാതിരിക്കാൻ അള്ളാഹു നമ്മെ സംരക്ഷിക്കട്ടെ. തെറ്റുകൾ വന്നാൽ ധാരാളം ഇസ്തിഗ്ഫാർ നടത്തുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും ഇണകൾക്കുമൊക്കെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിൻ്റെ ബറക്കത്തും ഖൈറാത്തുകളും നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും കച്ചവടത്തിലൊക്കെ ഉണ്ടാവട്ടെ. ഈ ഖുർആനിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരെ കൂടി ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ താല്പര്യമുള്ളവരാക്കി തീർക്കാനും ഈ വിഷയം അവർക്ക് ദഅവത്ത് നടത്താനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.